ആനന്ദ് ശ്രീപാല അഭിലാഷ് പിള്ള എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു ചിത്രം കാണാനാണ് വന്നത്. തീർച്ചയായിട്ടും എഴുത്തിൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ സംവിധാനത്തിൻ്റെ കാര്യത്തിലായാലും വിനയ് സാറിൻ്റെ മകൻ വിഷ്ണു നല്ല രീതിയിൽ തന്നെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അഭിനേതാക്കൾ അർജുൻ അശോകനായാലും നമ്മുടെ നായികയായാലും പിന്നെ സംഗീത മേളമായാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും സിദ്ദീഖായാലും നന്ദു ചേട്ടനായാലും അതേപോലെ തന്നെ കോട്ടയം നസീർക്കായാലും അസീസ്ക്കായാലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ എല്ലാവരും കൈകാര്യം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണാൻ പറ്റിയൊരു നല്ല ചിത്രം തന്നെയാണ് ആനന്ദ് ശ്രീപാല. ഒരു ഫാമിലി ഡ്രാമ ഇമോഷണൽ ത്രില്ലറായിട്ടാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. ഒരു തിയേറ്റർ വാച്ചൽ മൂവി തന്നെയാണത്. നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽസ് ആയിട്ട് സംഭവം ആയതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള എല്ലാ സ്റ്റൈലും ചോരാതെ തന്നെ പടം മേക്ക് ചെയ്തിട്ടുള്ള പടത്തിൻ്റെ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണക്റ്റഡാണ്, ഇമോഷണലി ഭയങ്കര കണക്റ്റഡാണ് ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ത്രില്ലർ എക്സ്പീരിയൻസും പടം കൊണ്ടുവന്നുണ്ട്. കൊള്ളാം. പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി എന്ന് വെച്ചൊരു ബ്രില്യൻ സ്റ്റോറിയാണ്. ആ സ്റ്റോറി സംവിധാനം ചെയ്ത ഒരു നല്ല സ്റ്റോറി ആകുമ്പോൾ പിന്നെ അത് സംവിധാനം ചെയ്യുന്ന നല്ലൊരു സംവിധാനം വേണം. അപ്പോൾ ഇതിൻ്റെ സംവിധാനം സൂപ്പറായിട്ട് സംവിധാനിച്ചു. വിനയ് സാറിൻ്റെ മകൻ സംവിധാനത്തിൽ അച്ഛൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ ആളുകളെ കണ്ടെത്തി കാസ്റ്റ് ചെയ്യുന്ന ആ ഒരു ബ്രില്യൻസ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് സസ്പെൻസ് ക്രൈം ത്രില്ലറാണ്. ഒരു നിമിഷം പോലും നമ്മളെ ബോറടിപ്പിക്കാതെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ സംവിധാനം സാധിച്ചു. വളരെ നല്ല പടമാണ്. ത്രില്ലർ പടം, ക്രൈം ത്രില്ലർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പടം ഒരു ക്രൈം ത്രില്ലർ ജോണറാണ്. സസ്പെൻസ് ക്രൈം ത്രില്ലറാണ്. അവസാന നിമിഷം വരെ നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ കഴിവുള്ള ഒരു നല്ല സിനിമയാണ്. നമ്മൾ വാലറ്റുവാണെങ്കിലും മലയാള സിനിമക്ക് സ്ത്രീ കഥാപാത്രം കിട്ടി. കാരണം ചിന്താവിശുദ്ധ ശ്യാമള എന്ന സിനിമയിൽ സംഗീത എന്ന അഭിനേത്ര ആ റോൾ ഇപ്പോഴും ആളുകളിലേക്ക് കിട്ടും. ഈ കഥാപാത്രം ജനങ്ങളെ മലയാള പ്രേക്ഷകരിൽ നിന്നല്ല എല്ലാ സിനിമാ പ്രേക്ഷകരും സ്വീകരിക്കുന്നത് യാതൊരു സംശയമില്ല. ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം നമുക്ക് എവിടെയൊക്കെ ആരെയൊക്കെ കണ്ടതുപോലെയുള്ള കഥാപാത്രങ്ങൾ. എന്തായാലും സസ്പെൻസും കാര്യങ്ങളൊക്കെ നല്ല ത്രില്ലിംഗ് കൂടും. ഈ ഇദ്ദേഹം ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്താണെന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു ഡയറക്ഷൻ. കാരണം വിനയ് സാറിൻ്റെ മകനാണെങ്കിലും വിനയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫി ആണെങ്കിലും ക്യാമറാനാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം പ്രേക്ഷകരെ പിടിച്ചിരുത്തി ഒരു ഘട്ടത്തിൽ സിനിമ തീർന്നു എന്ന് വിചാരിച്ച് പ്രേക്ഷകർ ആശ്വസിക്കുമ്പോൾ അതിൽ നിന്ന് പിന്നെയും പോയിട്ട് നമുക്ക് ത്രില്ലിംഗ് ആയിട്ട് ആ സസ്പെൻസ് ആയാലും സൂപ്പറായിട്ട് എന്താ. പിന്നെ അഭിലാഷ് പിള്ള എന്ന റൈറ്റ് ഭക്തിസാന്ദ്രമായ ഒരു കഥയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ പറ്റിയെങ്കിലും ഇത് ത്രില്ലിങ്ങിലൂടെ അദ്ദേഹത്തിന് പറ്റുമെന്ന് തെളിയിച്ചിരിക്കുന്നു.